RJ ബാലാജി ആദ്യമായി സ്വല്പം സീരിയസ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ് സ്വർഗവാസ്. ഈ ഒരു സിനിമയുടെ പ്രിമൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സിദ്ധാർത്ഥ് വിശ്വനാഥ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഒരു ജയിലിനകത്ത് നടക്കുന്ന സംഘർഷത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളെ ഉപയോഗിച്ചൊരു വലിയ സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡാണ് പുള്ളി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചില കഥാപാത്രങ്ങളുടെ ആർക്കുകളും വളരെ പ്രോമിസിംഗ് ആണെങ്കിലും പലതരം സ്ക്രിപ്റ്റിംഗ് ട്രോപ്പുകളെ മിക്സ് ചെയ്യാനുള്ള ശ്രമം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമാറ്റിക് ഹൈ പടത്തിന് അൾട്ടിമേറ്റ്ലി കിട്ടുന്നില്ല. സോ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ അല്പം കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ക്ലാസിക് ആകാൻ സാധ്യതയുണ്ടായിരുന്നൊരു പടമാണ് സ്വർഗവാസ്. ഫിക്ഷണൽ സെറ്റപ്പിൽ നടക്കുന്ന ഒരു കഥയാണ്. മദ്രാസ് സെൻട്രൽ പ്രിസണിൽ 1999 നടന്ന ഒരു കലാപമാണ് സിനിമയുടെ പശ്ചാത്തലം. ഒരുപാട് തടവ് പുള്ളികളും കുറച്ച് പോലീസുകാരും മരണപ്പെട്ട ഈ സംഭവത്തിൻ്റെ ശരിയായ കാരണം കണ്ടുപിടിക്കാൻ പിന്നീട് വരുന്ന സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളായിട്ടുള്ളവർ കൊടുക്കുന്ന മൊഴിയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. സിദ്ധാർത്ഥ് വിശ്വനാഥ് ഈ ഒരു സിനിമയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു റഷമോൺ എഫക്റ്റ് ഉള്ള നരേഷൻ ടെക്നിക്കാണ് പുള്ളി ഉപയോഗിക്കുന്നത്. ഒരേ സംഭവത്തെ തന്നെ പല ആളുകളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഒരു ട്രാജിക് സ്റ്റോറി അതിലേക്ക് കടന്നു വരുന്നുണ്ട്. സിനിമയുടെ ഒരു ഘട്ടത്തിൽ കിരീടത്തിലെ സേതുമാധവനെ പോലെ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോന്ന് ചെയ്തു പോകേണ്ടി വന്നതിനെക്കുറിച്ച് ഓർത്ത് നായകൻ കരയുന്നുണ്ട്. ക്ലൈമാക്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീതി നടപ്പാക്കുന്നതിൽ വരുന്ന പാകപ്പിഴകളിലേക്കാണ് സിനിമ പോകുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുള്ള ചില ലെയറുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളെയും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലൂടെ ഒക്കെ എന്തെങ്കിലും പറയാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. പലതരം റൈറ്റിംഗ് മെത്തേഡുകളുടെ ഒരു പാക്കേജ് ആക്കാനാണ് ഒരർത്ഥത്തിൽ ഇവിടെ ശ്രമം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള എലിവേഷൻ സിനിമയ്ക്ക് ലഭിക്കാതെ പോകുന്നത് പലതരം ട്രീറ്റ്മെൻറ്റ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രഡിക്ഷൻ കാരണമാണ്. ഒരു കഥാപാത്രം ഒരു സിറ്റുവേഷൻ വോയിസ് ഓവറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത സ്പേസിലേക്കും സിനിമ പോകുന്നുണ്ട്. പ്രേക്ഷകന് കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിലൊരു ധാരണ കിട്ടുക എന്ന ആവശ്യത്തിന് വേണ്ടി സിദ്ധാർത്ഥ് വിശ്വനാഥ് മനഃപൂർവ്വം ചെയ്യുന്നതാവാനാണ് സാധ്യത. പക്ഷെ അതൊരു ലോജിക്കൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. സിനിമയെ എൻഗേജിങ് ആക്കി നിർത്തുന്ന ഒരു പ്രധാന ഘടകം ഇതിലെ കഥാപാത്രങ്ങളാണ്. ഒരു ഗ്യാങ്സ്റ്റർ, അയാളുടെ വലങ്കൈ, അയാളെ ഉപദേശിക്കുന്ന ഒരു ശ്രീലങ്കക്കാരൻ, അയാൾക്ക് മതപരമായ ഗൈഡൻസ് കൊടുക്കുന്ന വിദേശി, അയാളെ പൂട്ടാൻ നോക്കുന്ന ജയിൽ സൂപ്രണ്ട്, അയാളുടെ സഹായി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉള്ളതുകൊണ്ട് കഥയ്ക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻക്വയറി കമ്മീഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനെ പ്രേക്ഷകന്റെ പ്രതിനിധിയാക്കാനുള്ള ഒരു ശ്രമം ഇവിടെയില്ല. നായകനായ പാർത്തിക്ക് ഇന്റർവെൽ പോയിന്റിൽ കൊടുക്കുന്ന ബിൽഡപ്പ് പ്രേക്ഷകരെയും അന്വേഷണ കമ്മീഷനിലുള്ള ഉദ്യോഗസ്ഥനെയും ഒരേപോലെ ക്യൂരിയസ് ആക്കുന്നുണ്ടെങ്കിലും ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകൻ അറിയാൻ സസ്പെൻസുകൾ കുറവാണ്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ്റർവെല്ലും ക്ലൈമാക്സും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റും അതിൻ്റെ കൂടെ ലോജിക്കലായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങളും കൂടെ വരുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഇല്ലാതെ പോവുകയാണ്. പ്രിൻസ് ആൻഡേഴ്സൺ കൊടുത്തിട്ടുള്ള 2 ടോൺ ലൈറ്റിംഗ് പരിപാടി സിനിമയ്ക്ക് നല്ലൊരു ജോണർ ഫിലിമിൻ്റെ ലുക്ക് കൊടുക്കുന്നുണ്ട്. സിനിമയുടെ പേസിങ് സെൽവ ആർക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചില കീ മൊമെൻറ്റുകളുടെ ബിൽഡപ്പ് അത്യാവശ്യം ഹൈ തരുന്നുണ്ട്. ക്രിസ്റ്റോ സേവിയറിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് സ്വർഗവാസിൽ. തുടക്കം തൊട്ട് ഏതാണ്ട് അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള ടൈപ്പ് ഒരു സിനിമയാണ് സ്വർഗവാസിൽ. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇടയ്ക്ക് കുറയുന്നുണ്ടെന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഡിസൈനും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. RJ ബാലാജി ആദ്യമായിട്ട് സ്വല്പം ഗ്രേ ഷെയ്ഡുള്ള വൾണറബിൾ ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ ചെയ്യുന്നത് ഈ സിനിമയിലാണ്. പക്ഷേ ഈ സിനിമ ക്യാരി ചെയ്യേണ്ട ഒരു ബാധ്യത സ്ക്രിപ്റ്റ് ലെവലിൽ ബാലാജിക്കില്ല. സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ്റെ വേഷമാണ് പുള്ളി ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ വരുന്ന പാനിക് ആയിട്ടുള്ള ടെൻഷൻ അടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ബാലാജി വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. സിഗ എന്ന ഗ്യാങ്സ്റ്റർ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് സെൽവരാഘവനാണ്. ആനിമേഷനിലൂടെ കാണിച്ചിട്ടുള്ള സിഗയുടെ ബാക്ക് സ്റ്റോറി കാണുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തെ പറ്റി തോന്നുന്നൊരു ഇൻറ്റിമിഡേഷൻ പക്ഷേ ജയിലിലുള്ള അയാളുടെ വേഷം കാണുമ്പോൾ തോന്നുന്നില്ല. കട്ടബൊമ്മൻ എന്ന കഥാപാത്രമായിട്ട് കരുണാസ് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ആ കഥാപാത്രത്തിന്റെ ആർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷറഫുദ്ദീനും ഹക്കീം ഷായുമാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട മലയാളി താരങ്ങൾ. രണ്ടുപേരുടെയും ശബ്ദം നമുക്ക് അറിയുന്നത് കൊണ്ട് ഡബ്ബിങ്ങിൽ കേൾക്കുമ്പോൾ തുടക്കത്തിൽ സ്വല്പം കല്ലുകടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അഭിനയത്തിൻ്റെയും ഡബ്ബിങ്ങിൻ്റെയും മികവ് കൊണ്ട് ഓർത്തിരിക്കുന്ന പ്രകടനങ്ങളായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് അൾട്ടിമേറ്റ്ലി മാറുന്നുണ്ട്. അന്വേഷണ കമ്മീഷൻ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് നടരാജൻ സുബ്രഹ്മണ്യമാണ്. സാനിയ അയ്യപ്പൻ, സുഡാനി ഫ്രം നൈജീരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ള സാമുവൽ എബിയോള റോബിൻസൺ എന്നിവരൊക്കെയാണ് ബാക്കി താരങ്ങൾ. ഒരുപാട് സബ് പ്ലോട്ടുകളും കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട്. കഥാപാത്രങ്ങളുടെ മൈൻഡ് ഗെയിമുകൾ സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത് കൊണ്ട് സ്വർഗവാസൽ വളരെ എൻഗേജിംഗ് ആണ്. ഒരുവിധം എല്ലാ ട്രാക്കുകൾക്കും ഒരു ക്ലോഷർ സിനിമ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ ചിലത് മാത്രമാണ് വളരെ എക്സൈറ്റിംഗ് ആയി തോന്നുന്നത്. ബാക്കിയുള്ളവ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻ പോലെയായിട്ട് മാറുന്നുണ്ട്.
സാമാന്യം വലിയ ക്യാൻവാസിലുള്ള ഒരു ഡ്രമാറ്റിക് ത്രില്ലർ ഒരുക്കാനുള്ള സത്യസന്ധമായൊരു ശ്രമമാണ് സ്വർഗവാസിൽ. പക്ഷേ തിരക്കഥ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യണമായിരുന്നു.